നമുക്ക് തോളിന് ചെയ്യാൻ പറ്റുന്ന റെഗുലറായിട്ട് നമ്മുടെ തോളുകളുടെ മസിലിനെയും ക്യാപ്സ്യൂൾസിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മളിവിടെ പറയുന്നത്. അത് ദിവസേന നിങ്ങളൊരു 5 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ തോളുവേദന മാറുകയും അതോടൊപ്പം തോളുകളുടെ സ്ട്രെങ്തനിങ്ങും നടക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യമേ നമ്മളൊരു ചെറിയ വാമപ്പാണ് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ ഇങ്ങനെ തോളിനെ റൊട്ടേറ്റ് ചെയ്യുക. അതൊരു 5-10 പ്രാവശ്യം മുന്നോട്ടും പിന്നോട്ടുമായിട്ട് ചെയ്യുക. ഇതൊരു വാമപ്പാണ്. അതുപോലെ തന്നെ പുറകോട്ട് നമ്മളിങ്ങനെ പുറകോട്ട് സ്ട്രെച്ച് ചെയ്യുന്ന പോലെ തോളുകളൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എക്സസൈസിലേക്ക് പോവുകയാണ്. ആദ്യമേ ഇടത്തെ കൈ നിങ്ങളുടെ വലത്തെ തോളിൽ വയ്ക്കുക. എന്നിട്ട് വലത്തെ കൈ കൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രെച്ചിങ് ഫീൽ കിട്ടും. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ വലത്തെ കൈയും ചെയ്യുക. ഇതാദ്യത്തെ എക്സസൈസ്. രണ്ടാമത്തത് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് ഈ മുട്ടിനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെച്ച് കിട്ടും. അതുപോലെ ഇപ്പുറത്തെ കൈയിലും ചെയ്യുക. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമാണ് സ്ട്രെച്ച് വരുന്നതെങ്കിൽ നിങ്ങൾ തെറ്റായാണ് ചെയ്യുന്നത്. പെയിൻഫുൾ ആക്കേണ്ട, സ്ട്രെച്ചിങ് മാത്രം ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ നിന്നുകൊണ്ട് ബാക്ക് രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. അവസാനത്തെ സ്ട്രെച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. കസേരയിൽ ഇരുന്നുകൊണ്ട് കസേരയുടെ സൈഡിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കഴുത്തിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേശികളും മസിൽസും അതുപോലെ തന്നെ ഇങ്ങനെ നമുക്കൊരു സ്ട്രെച്ച് വീഴും. ഇങ്ങനെ വലിക്കുക. ഓപ്പോസിറ്റ് സൈഡിലും കസേരയിൽ മുറുകെ പിടിക്കാൻ പറയുന്നത് അത്രയും സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വലിക്കുക. ഇതെല്ലാം കൂടെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. 5 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതിയാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കും നമുക്കിത് ചെയ്യാവുന്നതാണ്. കാര്യം കുട്ടികളുടെ ഇപ്പോൾ ബാഗുകളൊക്കെ ആണെങ്കിലും ഭയങ്കര ഹെവിയാണ്. അവരുടെ തോളുകളിൽ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. അവർക്കും ഒരു 5 മിനിറ്റ് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ തോളും സ്ട്രെങ്ത്തായിട്ട് വരും.